നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം മാതാപിതാക്കളെ കൊന്നത് അവരെ സ്വർഗത്തിലേക്ക് ദൈവത്തിനടുത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയാണ്. ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ വളർത്തി വലുതാക്കുന്നത് ഒരൊറ്റ പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് ആവതില്ലാത്ത കാലത്ത് അവർ തങ്ങളുടെ ഒപ്പമുണ്ടാകുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ. എന്നാൽ ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൃദ്ധരാകുന്ന മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ചില ആളുകളെയൊക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റുനോറ്റു വളർത്തിയ മക്കൾ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ഓൺലൈൻ വഴി വീഡിയോ കോൾ വഴി കണ്ട വാർത്ത കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഇടുക്കിയിൽ നിന്ന് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതക വാർത്തയും പുറത്തു വന്നു. അച്ഛനെയും അമ്മയെയും അതിക്രൂരമായിട്ട് മകൻ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത. പക്ഷേ മാതാപിതാക്കൾ എന്താണോ ആഗ്രഹിക്കുന്നതിന് അതിന് നേർ വിപരീതമായിട്ട് തങ്ങൾക്ക് ആവതില്ലാത്ത കാലത്ത് കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ആ മകൻ അവരുടെ കാലനായി മാറിയ കാഴ്ചയാണ് നമ്മൾ ഇടുക്കിയിൽ നിന്ന് കണ്ടത്. സംഭവം നടന്നതിനു ശേഷം അറസ്റ്റിലായ പ്രതി നൽകുന്ന മൊഴി കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസ്. ഒരു അതിക്രൂരമായ കൊലപാതകത്തിന് ശേഷം ആ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ നിത്യശാന്തിക്ക് വേണ്ടി AI ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന സ്വന്തം മകൻ. എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ ഇയാൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും മകന്റെ മൊഴി കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസും. ഇടുക്കി നെടുങ്കണ്ടത്തിന് സമീപം എഴുങ്കുവയലിൽ മാതാപിതാക്കളെ വെട്ടിപ്പരുക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള കേസിലാണ് മകൻ അജീഷ് അത്യന്തം വിചിത്രമായിട്ടുള്ള ഞെട്ടിക്കുന്ന മൊഴികൾ നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ അനിവാര്യമായിട്ടുള്ള വിളി വന്നു. ദൈവം പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആജ്ഞ കാരണമാണ് തന്റെ 59കാരനായ അച്ഛനെയും 55കാരിയായ അമ്മയെയും അതിക്രൂരമായിട്ട് താൻ കൊലപ്പെടുത്തിയതെന്നാണ് 26കാരനായിട്ടുള്ള അജീഷ് പോലീസിനോട് ഒരു പതർച്ചയുമില്ലാതെ പറഞ്ഞിരിക്കുന്നത്. മാനസിക നില തെറ്റിയ നിലയിലും കടുത്ത ലഹരിയുടെ സ്വാധീനത്തിലുമാണ് പ്രതി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും പ്രതിയുടെ മൊഴി അത് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുകയാണ്. എഴുങ്കുംവയൽ പാറത്തറയിൽ വീട്ടിൽ വെള്ളിയാഴ്ചയാണ് നാടിന് നടക്കുന്ന കൊല നടന്നത്. വെള്ളിയാഴ്ച രാത്രി 9:30യോടെയാണ് നാടിന് നടുക്കിയ ക്രൂര ഇരട്ടക്കൊലപാതകം അരങ്ങേറിയത്. വീടിനുള്ളിൽ വെച്ച് മാതാപിതാക്കളുമായി വാക്കേറ്റമുണ്ടായതിനെ തുടർന്നായിരുന്നു അജീഷ് എന്ന് പറയുന്ന മകൻ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ മാരകായുധങ്ങൾ എടുത്ത ഇരുവരെയും അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച് കുത്തിക്കൊന്നത്. ക്രൂരമായ ആക്രമണത്തിൽ ഇരുവരുടെയും ആന്തരിക അവയവങ്ങൾ അടക്കം പുറത്തു വന്ന നിലയിലായിരുന്നുവെന്ന് മൃതദേഹം കണ്ടയുടൻ തന്നെ ആളുകൾ പറഞ്ഞിരുന്നു. ദാരുണമായിട്ടുള്ള കൊലപാതകം. ഇത് നടത്തിയതിനു ശേഷം യാതൊരു കുറ്റബോധവും പ്രതിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ അജീഷ് ഈ ദൃശ്യങ്ങൾ തന്റെ ബന്ധുവിന് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയടക്കം ചെയ്തു. ദൃശ്യങ്ങൾ കണ്ട ഭീതിയിൽ ബന്ധു ഉടൻ തന്നെ വിവരം പ്രാദേശിക ഇടവക വികാരിയെ അറിയിക്കുകയായിരുന്നു. വികാരിയും പ്രദേശവാസികളും വിവരം അറിയിച്ചതിനെ തുടർന്ന് ദാരുണ സംഭവത്തിന്റെ വ്യാപ്തി പുറത്തറിയുകയാണ്. വിവരമറിഞ്ഞ് നാട്ടുകാരും അയൽവാസിയും സംഭവ സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തിയെങ്കിലും രക്തത്തിൽ പുരണ്ട കത്തിയുമായി അക്രമാസക്തനായി നിലയുറച്ച അജീഷിനെയാണ് അവർ കണ്ടത്. അവിടെ അജീഷിനെ മറികടന്ന് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നാട്ടുകാർക്ക് ഭയമായിരുന്നു. പ്രദേശവാസികൾക്ക് നേരെയും ഇയാൾ ഭീഷണി മുഴക്കിയെന്നാണ് വിവരം. തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സംഭവ സ്ഥലത്തെത്തി ഏറെ പരിശ്രമിച്ചാണ് അക്രമാസക്തനായ പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പിടിച്ചെടുക്കുന്നതിനിടയിലും കീഴടക്കുന്നതിനിടയിലും അജീഷിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് പ്രാഥമിക വൈദ്യസഹായം നൽകിയ ശേഷമാണ് ചോദ്യം ചെയ്യലിലേക്ക് പോലും നടന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഉടനീളം ലഹരിയിൽ ആറാടിയ മാനസികാവസ്ഥയിലായിരുന്ന പ്രതി അജീഷ് ദൈവിക സന്ദേശം ലഭിച്ചതിന് കൊണ്ടാണ് താൻ കൊലപാതകം നടത്തിയതെന്നും യുക്തിരഹിതമായ മൊഴികളിലൂടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. അജീഷ് കടുത്ത ലഹരി വസ്തുക്കളും മദ്യത്തിനും അടിമയായിരുന്നു എന്ന് പോലീസ് വ്യക്തമായി പറയുന്നു. ദിവസവും മദ്യപിച്ചെത്തി മാതാപിതാക്കളുമായി വഴക്കിടുന്നത് അയാളുടെ പതിവ് ശീലമായിരുന്നു. ലഹരിയുടെ അതിപ്രസരം മൂലം മകന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ് മാതാപിതാക്കളെ ചൊടിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ട് മുൻപും മാതാപിതാക്കൾ മുൻകൈയെടുത്ത് ഇയാളെ ലഹരിമുക്ത
കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. ചികിത്സയ്ക്ക് ശേഷവും ലഹരി ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അജീഷിനെ കൊണ്ട് പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇയാളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെയും മാനസിക നിലയെയും ഗുരുതരമായി ബാധിച്ചിരുന്നതായും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഉത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിചിത്രമായിട്ടുള്ള മൊഴികളിലൂടെ ഇപ്പോൾ ഇയാൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. മാതാപിതാക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിലേക്കും ഇയാളെ നയിച്ചിരിക്കുന്നത് ഈ മാനസിക നില തന്നെ ആയിരിക്കാമെന്ന് പോലീസ് കരുതുന്നു. കൊല്ലപ്പെട്ട ദമ്പതികളുടെ മറ്റൊരു മകൻ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ്. സംഭവം അറിഞ്ഞ് ബന്ധുക്കളും നാടൊന്നാകെയും വലിയ നടുക്കത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. അജീഷിന്റെ വിചിത്രമായ മൊഴികളുടെ പശ്ചാത്തലത്തിൽ ഇയാളെ വിശദമായ വൈദ്യപരിശോധനയ്ക്കും മാനസികാരോഗ്യ വിദഗ്ധരുടെ പരിശോധനയ്ക്കും വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചു. പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു. ലഹരി ഉപയോഗമാണ് ഈ ദാരുണമായ ദുരന്തത്തിന് വഴിവെച്ചത് എന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുമ്പോഴും അയാൾ നൽകിയിരിക്കുന്ന മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവ് സ്വന്തം മാതാപിതാക്കളുടെ ജീവൻ എടുക്കുകയും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഈ ദാരുണ സംഭവം മലയോര ഗ്രാമമായ എഴുങ്കുവയലിനെ കടുത്ത ആഘാതത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ നെടുങ്കണ്ടം പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിലും അയാളുടെ മൊഴി ഇത്തരത്തിലായതുകൊണ്ട് തന്നെ വലിയ ആശങ്കകളാണ് മുന്നോട്ടുള്ളത്.